ഇത് 1 കോടി രൂപയുണ്ട്. വിസ്മയുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ തൽക്കാലം ഇത് മതിയാകും. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഈ ക്യാഷ് വിസ്മയ്ക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എനിക്ക് ഒരിക്കലും ഇത് തിരിച്ചു തരണ്ട. ഇത് വിസ്മയുടെ കാശ. യു ക്യാൻ സ്പെൻഡ് ഇറ്റ് ആസ് യുവർ ഓൺ. മാഡം, എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വാഭാവികം. ബന്ധുക്കൾ പോലും 10 രൂപ തരാൻ മടിക്കുന്ന ഈ കാലത്ത് 1 കോടി രൂപ തരാൻ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണെന്നല്ലേ വിസ്മയ ചിന്തിക്കുന്നത്? വിസ്മയുടെ ആ സംശയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വെറുതെ ആരും ആരെയും സഹായിക്കില്ല. എന്തെങ്കിലുമൊക്കെ സഹായം തിരിച്ചും പ്രതീക്ഷിക്കും. ഇവിടെ ഞാനും പ്രതീക്ഷിക്കുന്നു വിസ്മയിൽ നിന്ന് തിരിച്ചൊരു സഹായം. ഒരുപക്ഷെ വിസ്മയ്ക്ക് മാത്രം ചെയ്യാവുന്നൊരു സഹായം എന്നും പറയാം. എന്ത് സഹായം? പറയാം. വിസ്മയ്ക്ക് കാശിനെ കുറവുള്ളൂ. അത് കിട്ടിയ വിസ്മയുടെ പ്രശ്നങ്ങൾ തീരും. എന്നാൽ എന്റെ പ്രശ്നം കാശുകൊണ്ട് മാത്രം തീരില്ല. വിസ്മയെ പോലൊരു പെൺകുട്ടിയുടെ വലിയ മനസ്സിന്റെ കനിവ് വേണം. അതിന് എത്ര കാശ് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്. സോറി, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാം. അത് മനസ്സിലാവണമെങ്കിൽ വിസ്മയ്ക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാവണം. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാവണം. ഞാൻ പറയാമത് ക്ഷമയോടെ വേണം വിസ്മയ അത് കേൾക്കാൻ. സൗഭാഗ്യങ്ങളുടെ ഒരു കലവറയാണ് ഞാൻ താമസിക്കുന്ന വീട്. പേര് ഇന്നീവരം. ഒറ്റ മകനാണ് അജയ് ഘോഷ്. കുറവില്ലാതെ ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പാദ്യവും ആസ്വദിച്ച് ഇപ്പോൾ അവൻ US-ൽ ജോലി ചെയ്യുന്നു. പഠിക്കുന്ന കാലത്തെ അവനൊരു പ്രണയമുണ്ടായിരുന്നു. വിദ്യാഭ്യാസവും സൽസ്വഭാവവുമുള്ള സുന്ദരിയായൊരു പെൺകുട്ടി. പേരളകനന്ദ. അന്തസ്സിലും ആഭിജാത്യത്തിലും ഞങ്ങളോളം പോകുന്നതായിരുന്നില്ല അളകനന്ദയുടെ കുടുംബം. എങ്കിലും അജയ് ഘോഷിന്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടമായി ഞങ്ങളും കരുതി. അങ്ങനെയാണ് അവരുടെ വിവാഹം നടത്തി ഞങ്ങൾ അവരെ കുടുംബത്തിൽ കയറ്റിയത്.
പക്ഷേ സന്തോഷങ്ങൾ എപ്പോഴും അല്പായുസാണെന്ന് കേട്ടിട്ടില്ലേ? 10 വർഷം കഴിഞ്ഞിട്ടും അജയ് ഘോഷിനും അളകനന്ദയ്ക്കും ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ചികിത്സയും പ്രാർത്ഥനകളും വഴിപാടുകളും ഒരുപാട് നടത്തി. പക്ഷെ ഒരു കുഞ്ഞിനെ മാത്രം കിട്ടിയില്ല. അളകനന്ദയുടെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാനുള്ള ശക്തിയില്ലായിരുന്നു. അതോടെ അസ്തമിച്ചു പോയി ഇന്ദീവരത്തിലെ ജീവിതങ്ങളുടെ സന്തോഷം മുഴുവനും. സോറി അജയ്, ഐ ആം എക്സ്ട്രീംലി സോറി. ഇനി ഒരു ട്രീറ്റ്മെന്റും ചെയ്യാനില്ല എനിക്ക്. ഐ ആം കംപ്ലീറ്റ്ലി ഷാറ്റർഡ്. നന്ദ, ഡോണ്ട് ബി അപ്സെറ്റ്. നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ. എ മിറാക്കിൾ ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. പ്രതീക്ഷയാണ് ജീവിതം. No, you are wrong. No miracle is going to happen. ഡോക്ടർ തീർത്ത് പറഞ്ഞതല്ലേ എനിക്കൊരു അമ്മയാവാൻ പറ്റില്ല എന്ന്. അവസാനമായി ബാംഗ്ലൂരിൽ പോയി എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ ശേഷമാണ് ഡോക്ടർ അത് പറഞ്ഞത്. ഇറ്റ്സ് ഓൾ ഓവർ. ആ പ്രതീക്ഷ ഇനി വേണ്ട. പക്ഷെ ഈ കുടുംബത്തിന് ഒരു പിന്തുടർച്ച അവകാശി വേണം. അതുണ്ടായേ പറ്റൂ. അതെന്നിലൂടെ സാധിക്കില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നീ ഇനി എന്നെ മറന്നേ പറ്റൂ. ബെറ്റർ യു ഫൈൻഡ് ഔട്ട് അനദർ ഗേൾ. ഉടനെ തന്നെ നീ മറ്റൊരു വിവാഹം കഴിച്ചേ പറ്റൂ. നോ, നീ എന്താ പറഞ്ഞേ? നിന്നെ മറന്ന് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാനോ? അതേ ജന്മം ഉണ്ടാവില്ല നന്ദ. കുഞ്ഞില്ലെങ്കിൽ വേണ്ട. എനിക്ക് നിന്നെ മതി. നമുക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം. അഡോപ്ഷൻ ലീഗലാണ് ഈ രാജ്യത്ത്. യെസ്, ഐ അഗ്രി. അഡോപ്ഷൻ ഈസ് ലീഗൽ. പക്ഷേ ഹിന്ദി വരത്തിലെ തൂണുകൾ പോലും ആഗ്രഹിക്കുന്നത് അന്യരുടെ ചോരയിൽ ജനിച്ച ഒരു കുഞ്ഞല്ല, സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെയാണ്. നിനക്കൊരു കുഞ്ഞു വേണം. ആ കുഞ്ഞ് നിന്നെ അച്ഛാന്ന് വിളിക്കുന്നതും നീ ആ കുഞ്ഞിനെ ലാളിച്ച് വളർത്തുന്നതും എനിക്ക് ദൂരെ നിന്നെങ്കിലും കണ്ടാൽ മതി. പ്ലീസ് അജയ്, നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ മറ്റൊരു വിവാഹം കഴിച്ചേ പറ്റൂ. നോ നന്ദ, ഞാൻ പറയുന്നത്. നീ ഒന്നും പറയണ്ട. ലെറ്റ് മീ ഫിനിഷ് വാട്ട് ഐ സ്റ്റാർട്ടഡ്. സി, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഫയൽ എ കേസ് എഗൈൻസ്റ്റ് യു. എനിക്ക് ഡിവോഴ്സ് വേണം, ഉടൻ തന്നെ.
അസ്ഥിവാരമിളക്കി ഞങ്ങളുടെ എല്ലാം തകർച്ചയായിരുന്നു ആ തീരുമാനം. പക്ഷെ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചത് എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടായിരുന്നു, നിന്റെ ഡോക്ടറമ്മ തന്നെ, ഡോക്ടർ അന്ന കുര്യൻ. നിങ്ങൾക്ക് സ്വന്തം കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹത്തെക്കാൾ വലുതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾക്ക് അതിനുള്ള ആഗ്രഹം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് പിന്തുടർച്ചാവകാശിയെ കിട്ടാൻ പ്രണയിച്ച് വിവാഹിതരായ നിങ്ങൾ വേർപിരിയേണ്ട കാര്യമില്ല. അളകനന്ദയ്ക്ക് നടത്തിയ ടെസ്റ്റുകളൊന്നും പോസിറ്റീവ് ആയില്ലെന്ന് കരുതി നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് താലോലിച്ച് വളർത്താൻ ഒരു കുഞ്ഞിനെ കിട്ടും, നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ. പക്ഷേ എങ്ങനെ? നിനക്കതിന് കഴിവില്ലായിരിക്കാം. പക്ഷേ ആ കഴിവുള്ള മറ്റൊരു പെൺകുട്ടിയെ വാടകയ്ക്ക് നമുക്ക് കണ്ടുപിടിച്ചാലോ? ഡോക്ടർ, വാട്ട് യു മീൻ? ജസ്റ്റ് വാട്ട് ഐ സെഡ്, അജയ്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുന്നതും വാടകയ്ക്ക് സ്വീകരിക്കുന്നതും പെൺകുട്ടിയല്ല, ഗർഭപാത്രത്തെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്നും IVF എന്നും പല രീതികളുണ്ട്. തത്വത്തിൽ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. പുരുഷന്റെ സ്പേമും സ്ത്രീയുടെ ഓവവും വെവ്വേറെ എടുത്ത് പ്രോസസ് ചെയ്ത് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് വളർത്തിയെടുക്കുന്നു. ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒന്നു തന്നെ. യു മീൻ വാടക ഗർഭപാത്രം? സറോഗസി? എക്സാക്ട്ലി, അത് തന്നെ. നിയമത്തിന്റെ ശക്തമായ ചില കണ്ടീഷനുകൾ അതിനുണ്ട്. നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാതെ തന്നെ സ്വന്തം കുഞ്ഞിനെ ലാളിച്ചു വളർത്തി സന്തോഷത്തോടെ ജീവിക്കാം. അല്പം കാശ് ചികിത്സയ്ക്ക് ചെലവാക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ക്യാഷ് എത്ര വേണമെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കാം. പക്ഷെ ഞങ്ങളെ സഹായിക്കാൻ അങ്ങനെ ഒരു പെൺകുട്ടി ആരുണ്ട്? അതാണ് ചോദ്യം. അതെ, ആ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടാനുള്ള സ്ത്രീയെ തിരഞ്ഞാണ് വീണ്ടും വീണ്ടും ഞാനും അനിയനും ഈ നാട്ടിൽ വന്നതും അന്ന കുര്യനെ കണ്ടതും. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഇതുവരെയും ഒരാളെ കിട്ടിയില്ല. തയ്യാറായ ചിലരൊന്നും അതിന് യോഗ്യരല്ലായിരുന്നു. ഒന്നെങ്കിൽ ആരോഗ്യമില്ലാത്ത ശരീരം, അല്ലെങ്കിൽ സംസ്കാരമില്ലാത്തവർ, അതോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എന്തും ചെയ്യാൻ തയ്യാറായവർ. ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഒരാളെ അല്ല, തികച്ചും യോഗ്യയായ ഒരു പെൺകുട്ടിയാണ്. ജസ്റ്റ് ലൈക്ക് യു. വിസ്മയ്ക്ക് സഹായിക്കാമോ? എന്റെ മോനും മരുമക്കൾക്കും വേണ്ടി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാൻ. MBBS സ്റ്റുഡന്റായ വിസ്മയ്ക്ക് ഒരുപക്ഷെ ഈ പ്രോസസ്സിന്റെ നിയമവശങ്ങൾ അറിയില്ലായിരിക്കും, പക്ഷെ മെഡിക്കൽ പ്രോസസ്സിന് മനസ്സിലാവും. വാടകയ്ക്ക് ഗർഭപാത്രം നൽകാൻ തയ്യാറാക്കുന്ന സ്ത്രീ ഒരിക്കലും ആ കുഞ്ഞിന്റെ അച്ഛനായ പുരുഷനുമായി ശരീരം പങ്കുവെക്കണ്ട, പരസ്പരം കാണേണ്ട കാര്യം പോലുമില്ല. മാത്രമല്ല, കുഞ്ഞുങ്ങളില്ലാത്തവരുടെ സങ്കടം തീർത്തു കൊടുക്കാനുള്ള മനുഷ്യത്വം മഹത്വപരമായ നന്മയാണെന്ന് വിസ്മയം മനസ്സിലാക്കുമെന്നാണ് എന്റെ വിശ്വാസം. വിസ്മയൊന്നും പറഞ്ഞില്ല. മാഡം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശരിയാണ്, ഇതിന്റെ നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ മെഡിക്കൽ വശങ്ങൾ കുറച്ചൊക്കെ അറിയുകയും ചെയ്യാം. ഇവിടെ ഒരൊറ്റ ചോദ്യമേ എനിക്കുള്ളൂ. എന്റെ പ്രായത്തില് നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സ്വന്തം മകളെ വിട്ടുകൊടുക്കുമായിരുന്നോ?
അതിപ്പോ എനിക്ക് നന്നായിട്ട് ആലോചിക്കേണ്ടി വരും. എന്നാ എനിക്ക് ഒട്ടും ആലോചിക്കാനില്ല. എന്റെ ഉത്തരം നോ എന്നാണ്. മോളെ, ഞാൻ പറയുന്നത് നോ മീൻസ് നോ. ഞാനും നിങ്ങളും ഒരു സ്ത്രീയാണ്. നിങ്ങൾ നൊന്ത് പ്രസവിക്കുന്ന കുഞ്ഞിനെ കുറച്ച് കൂടുതൽ കാശ് കിട്ടിയ മറ്റൊരു കുടുംബത്തിന് കൊടുത്ത് എന്നേക്കുമായി നിങ്ങൾ മടങ്ങിപ്പോവോ? മോളെ, ഇത് പക്ഷേ ഒരു പക്ഷേയുമില്ല. നോ മീൻസ് നോ. ദാറ്റ്സ് ഓൾ. നിൽക്ക്. ആ ചേച്ചി. നീ ഒന്ന് വരൂ. ഈ കുട്ടിയെ തിരിച്ചുകൊണ്ടാക്കണം. ആ ശരി. എനിക്കൊരു കൂട്ടും വേണ്ട. ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് വഴി അറിയാം. ഇപ്പൊ നിനക്ക് തിരിച്ചു പോകാം. പക്ഷേ നിന്റെ ചേട്ടൻ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങില്ല. ഒരിക്കലും. ഇപ്പൊ നിനക്ക് നോ പറയാം. പക്ഷെ നിന്റെ ചേട്ടന്റെ ഭാര്യ ഒരനാഥ കുഞ്ഞിനെ പ്രസവിക്കും. ഇപ്പൊ നിനക്ക് നോ പറയാം. പക്ഷേ അലക്സി എന്ന പ്രതികാരദാഹി വീണ്ടും വീണ്ടും ദ്രോഹിക്കുമ്പോ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് നാളെ ആത്മഹത്യ ചെയ്യും. ഇപ്പൊ നിനക്ക് നോ പറയാം. പക്ഷെ മിടുക്കിയായ നിന്റെ അനിയത്തി പഠിക്കാനൊരു സഹായം കിട്ടാതെ നിരാശയായി വല്ല ഡ്രഗ് അഡിക്റ്റുമായി മാറും. ഇപ്പൊ നിനക്ക് നോ പറയാം. പക്ഷേ കുടുംബം ഒന്നാകെ കൺമുന്നിൽ നശിക്കുന്നത് കണ്ട് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആരോഗ്യം തകർന്ന് വല്ല അനാഥാലയത്തിലും കിടന്ന് ചാവും. പോട്ടെ, എല്ലാത്തിനും ഒരു ഉത്തരേ ഉള്ളൂ. ദേ ഈ പണം. അത് നിനക്ക് ഞങ്ങൾ തരും. നീ നിന്റെ നോ തിരുത്തി എസ് പറയണമെന്ന് മാത്രം. ഉടൻ എങ്ങനെയെങ്കിലും ആ കാശ് സംഘടിപ്പിച്ച് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് കൈവിലങ്ങുമായി വീണ്ടും വരേണ്ടി വരും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.